ഹലോ, ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഷാർജ മോസ്കിലേക്ക് ഇഫ്താറിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡേ വീക്കെൻഡൊക്കെ ആയതുകൊണ്ടൊന്ന് പ്ലാൻ ആക്കിയതാണ്. നമ്മൾ ക്രൗഡൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഡബിളായിരുന്നു അവിടുത്തെ ക്രൗഡ് കേട്ടോ. ഞങ്ങൾ എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ടൈം ക്യൂ ഒക്കെ നിന്നു. ബാങ്ക് കൊടുത്ത സമയത്തേക്ക് ലക്കിന് നമുക്ക് ഫുഡ് കിട്ടി, ഇരിക്കാനൊക്കെ പറ്റി. പക്ഷേ ഒരുപാട് പേർക്ക് ഫുഡ് ഇനിയും കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇഫ്താർ കഴിഞ്ഞിട്ട് അജ്മാൻ പോലീസ് ഷൂട്ടിംഗ് ക്ലബ്ബിൽ ഫസാ കാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ അവിടുത്തെ റമദാൻ കാർണിവലിൽ നിന്ന് 100 ദിർഹംസ് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഫസാ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒന്ന് ട്രൈ ചെയ്യാൻ ഞങ്ങൾ പോയിട്ടോ. പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ചൊന്നും നമ്മൾ കണ്ടില്ല. ഫുഡ് മറ്റേ നമ്മളെ ലുക്കിമാത്ത് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ എല്ലാ കൗണ്ടേഴ്സിലും അധികം സെയിൽ വരുന്നതും പെർഫ്യൂംസാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ പൗച്ച്, കേബിൾ, അങ്ങനത്തെ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസും. പിന്നെ നമുക്കൊരു ബെനിഫിറ്റായിട്ട് തോന്നിയത് ഈ ഫ്രീ മെഡിക്കൽ ക്യാമ്പാണ്. ഈ ലാജ് മെഡിക്കൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ്. അവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഷുഗർ, BP, പിന്നെ ഓക്സിജൻ, അതുപോലെ തന്നെ നമ്മുടെ BMI അതൊക്കെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഈ ലാജ് മെഡിക്കൽ സെൻറ്ററിൽ പിന്നെ ഫ്യൂച്ചറിൽ നമ്മളെപ്പോഴും പോവുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ പിന്നെ ഫ്യൂച്ചറിൽ നമ്മളെപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ എല്ലാ ചെക്കിങ് നമ്മളവിടുന്ന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും 50% ഓഫറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കാർഡ് കാണിച്ചു കൊടുത്താൽ. അപ്പം അതൊരു ബെനിഫിറ്റായിട്ട് തോന്നി. സോ അവിടെ രജിസ്റ്റർ ചെയ്തു. നമ്മളിനിയിപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യാൻ പോയാലും കിഡ്സിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേ ഏരിയ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, കിഡ്സിന് വേണ്ടിയിട്ടും. ഒരുപാട് കൗണ്ടേഴ്സ് ഇനി അവിടെ ഓപ്പൺ ചെയ്യാനുള്ളതായിട്ട് കണ്ടു കേട്ടോ. നമ്മളങ്ങനെ ഫൈനൽ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് ലുക്കിമാത്ത് വാങ്ങി കഴിച്ചു. കുറച്ച് ടൈം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് കിഡ്സിന് എന്തെല്ലോ ആക്ടിവിറ്റീസിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബാൻഡ് മേളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഫസാ കാർഡ് കിട്ടിയില്ല. അങ്ങനെ ബൈ ബൈ പറഞ്ഞു.